സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് വയനാട് വെട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ അതിന് വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട വിചാരിച്ചു സഡൻ ആയിട്ട് സ്പീഡ് റൺ ചെയ്തുതരാം. ഇനിയിപ്പോ ഈ സെപ്പറേറ്റ് വീഡിയോ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അത് ചെയ്യാം. സൈറ്റിന്റെ പേര് പറയുന്നത് മാപ്പ് എൻജി എന്നാണ്. ആ സൈറ്റ് എടുക്കുക. അപ്പൊ ഇങ്ങനെ ഞാൻ ലാസ്റ്റ് വെട്ടിയെടുത്താണിത്. അപ്പൊ വയനാട് നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. സോ വയനാട് ഇങ്ങനെ ലിസ്റ്റ് എടുക്കുക. പിന്നെ നിങ്ങളെ സിസ്റ്റത്തിനനുസരിച്ച് എത്ര സൈസ് വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിന്റെ സിസ്റ്റം CPU വൈസ് അത്യാവശ്യം നല്ലതായതുകൊണ്ട് മൊത്തം കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ കഴിയാൻ സ്റ്റാൻഡേർഡ് ആണ്, ജനറേറ്റഡ് ഡാറ്റ സംഗതി ഉണ്ടാവും. അതിൽ ഇതാ പ്രീവ്യൂ 3D വേണ്ടിയ സ്ഥലം കൊടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യണം. സോ മാപ്പ് വന്നിട്ടുണ്ട്. അതാണ് നമ്മളെ വയനാട് മല. അപ്പൊ എന്റെ ഓ ശരിയാണെങ്കിൽ മൊത്തം 2D ആയിട്ടായിരിക്കും ലോഡാണ്, 3D ആയിട്ട് കിട്ടാൻ. ഞാൻ ഇവിടുത്തെ ചിലതൊക്കെ 3D ആയിട്ട് കാണാനുണ്ടെങ്കിൽ 2D ആണ്, പക്ഷെ നമുക്കൊരു കാണാൻ രസം എന്നുള്ള രീതിയിൽ നോക്കാച്ചാല് സെറ്റ് റോഡാന്നുള്ള കാര്യം ഇതിന് മനസ്സിലായി. ഞാൻ ഫസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്ത വ്യക്തി ഇവിടെ ഒരു ചെരുവുണ്ട്, ചെരിഞ്ഞ് കിടക്കുകയാണ്. ജസ്റ്റ് അവിടെ ഒരു എന്താണ് ഇവിടെ ശരിക്കും വയനാട് വരെയേ ഇല്ല കാണാൻ. അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് നിലവില്. ബട്ട് നമുക്ക് ഇനി പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല. ഇതില് ഇവിടെ വന്നിട്ട് സാറ്റലൈറ്റ് ഹൈബ്രിഡ് ഉള്ളത് കൊടുക്കുക, പിന്നെ PBR OSM ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഒരു നെയിം കൊടുക്കുക. എന്നിട്ട് ഈ ഇത് അറിയണ ഇമേജ് അത്യാവശ്യം ഈ നമ്മളിതിലേക്ക് എടുക്കുന്ന സാധനങ്ങൾ വെച്ചാൽ ഇതിലുള്ള ഗ്രാസിനോട് ടെക്സ്ചറും കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ബീമെഞ്ചിൽ ഓൾറെഡി ഉള്ള ഏത് മാപ്പ് നിന്ന് എടുക്കേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത് ആക്ച്വലി. സോ ഇതൊരു പച്ചപ്പോണ്ട് താഴെയുള്ള സ്ഥലമായതുകൊണ്ട് ഇറ്റലിയാണ് എന്തുകൊണ്ട് വന്നത്. പച്ചപ്പൊക്കെയാണ് ഇറ്റലി നോക്കുന്നതായിരിക്കുണ്ട്. ഡെസേർട്ട് മാരിയുള്ളതാണെങ്കിൽ നോക്കി കണ്ടുപിടിച്ചുകൂടാ, എനിക്ക് വലിയ ഇടില്ല. എനിക്ക് അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ ഞാൻ എടുത്ത ഈ ഓപ്ഷൻ അങ്ങനെ തന്നെ നോക്കി വെച്ചോ, ഇതെടുത്ത് ക്ലിക്ക് ചെയ്യാൻ നിൽക്കണ്ട, PC കടന്ന് കത്തും. സോ അങ്ങനെ സംബന്ധിച്ച് അത് ശ്രദ്ധിച്ചോളാം. പിന്നെ ഈ ഡെക്കൈൽ റോഡ്, മെഷ് റോഡ് എന്നൊക്കെ പറയുന്നത് ആ ഒരു റോഡ് എങ്ങനെയാ വേണ്ടിയത് എന്നുള്ളതിന്റെ ഒരു ഇതാണ്. ഡെക്കൈൽ റോഡ് പറഞ്ഞാൽ ഗ്രാസും റോഡിന്റെ കളറാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. മെഷ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺക്രീറ്റ് ടയർത്ത റോഡായിരിക്കും. റോഡ് ആക്രിലിക്സ് എന്ന റോഡിന്റെ കളർ ഫുള്ള് ഒരു റോഡും എല്ലാത്തൊക്കെ ഒരു ഡാർക്ക് കളറും ആയിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഡെക്കൽ റോഡ് ആണ്. എന്തുകൊണ്ടും ഞാൻ എന്തായാലും രണ്ട് കാണിച്ചു തരാം. ഞാൻ മെഷ് റോഡ് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഡൗൺലോഡ് ആവുന്നുണ്ട്. ഞാൻ രണ്ട് മാപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. ഒന്ന് ഞാൻ അതിന്റെ പുല്ലിന്റെ ടെക്സ്ചർ വെച്ച് വരുന്നത് എന്ന് പറഞ്ഞത് അതും ഉണ്ടാവും, പിന്നെ കോൺക്രീറ്റ് വെച്ചിരുന്ന റോഡിന്റെ ഉണ്ടാവും. ഈ കോൺക്രീറ്റ് വെച്ച റോഡിന്റെ എന്തിനാക്കി വെച്ചാല് ചില നമുക്ക് ഓടിക്കാൻ കഴിഞ്ഞില്ല. ഈ കോൺക്രീറ്റ് വെച്ച് വരുന്ന ആ റോഡിന്റെ ഞാൻ പറഞ്ഞത് അതാണെങ്കിൽ നമ്മളിപ്പോ മറ്റേ കുറച്ച് സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ, അപ്പൊ ഈ റോഡും അങ്ങനെ സ്ലോപ്പ് ആയിട്ട് തന്നെ കിടക്കും. പക്ഷെ ഈ കോൺക്രീറ്റിന്റെ ആ ഇതിലേക്ക് ആക്കി കഴിഞ്ഞാൽ റോഡ് നേരം ബാക്കിയുള്ളതൊക്കെ ശരി അങ്ങനത്തെ സംഗതിയിലേക്ക് ആക്കി അങ്ങനെ തന്നെ. അതാണ് കോൺക്രീറ്റിന്റെ റോഡിന്റെ സ്ഥാനത്ത് കോൺക്രീറ്റ് ഉണ്ടാവും, മറ്റേ റോഡ് തന്നെ ഉണ്ടാവും, ഫുള്ള് കോൺക്രീറ്റ് ആക്കും. ഇപ്പൊ ഗൈസ് നമ്മളിതാ വയനാട്ടിലാണ് ഉള്ളത്, ചുരോടെ പോയി. സോ ഇതാണ് റോഡായിട്ട് വരുന്ന മാപ്പ്. സോ ഞാൻ ഇത് വീഡിയോ ചെയ്യണേ ചെയ്യാം, നമ്മൾ ചുരം മൊത്തം കയറുന്ന വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, വിഷയമൊന്നുമില്ല. ഇതാണ് സാധാ മാപ്പ്. ഞാൻ വേണമെങ്കിൽ മാപ്പ് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് സാധാ ഇതിലായിരിക്കും. എത്ര അല്ല ഡിസ്റ്റൻസിൽ കാണണ്ടല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് ഇപ്പോൾ ഇവിടെ അല്ല, ഇവിടെ അല്ലേ. അപ്പൊ വയനാട് തന്നെയാണ് ഇപ്പൊ നിലവില്. ഇതൊന്ന് സൂമിലൊക്കെ കാണാം നമുക്ക്. ഇവിടൊക്കെ റോഡുണ്ട് ആക്ച്വലി. അപ്പൊ നമുക്ക് എങ്ങനെ ഇരിക്കണമെങ്കിൽ സെറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ആണ് സെറ്റ് ചെയ്യാം. ഇങ്ങനെ അവിടെ നിന്ന് വന്ന് ഇങ്ങനെ കയറി ചുരത്തിന് മുകളിൽ വരെ കയറുന്ന ഇവിടെ. ഇതാണ് ചുരത്തിന്റെ ടോപ്പ് എന്നാണ് ഈ തോന്നുന്നത്. ഇവിടെ ഉണ്ട് ഒരു ഏരിയ, പക്ഷെ അവിടെ ഇങ്ങനെയാണ് അപ്പൊ വയനാട്. നമ്മള് വയനാട്ടിലാണ് അപ്പൊ ഉള്ളത്. ഇവിടെ ഒക്കെ വലിയ വലിയ മരം ഉണ്ടല്ലേ, പക്ഷെ അവിടെ വയ്യൊന്നുമില്ല റോഡ്. എനിവേ അപ്പം വയനാട്ടിലാണ് ഇപ്പം ഉള്ളത്. പക്ഷെ മാപ്പ് ഇങ്ങനെയാന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ബസ് വെച്ചിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ വേണോ വേണ്ട പറയും. എന്തായാലും അടുത്ത് ചെയ്യണോ വേണ്ട വിചാരിച്ച് നിൽക്കുന്നതും അത് തന്നെയാണ്. പറ്റുവാണെങ്കിൽ ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ഇവിടെ നമ്മുടെ ടെക്സ്ചർ കുറയും. എനിവേ ഇതാണ് ഇപ്പൊ നമ്മുടെ വയനാട് ഒരു മാപ്പ്. ഇനി വേറെ മാപ്പ് ഉണ്ട്, രണ്ട് മാപ്പാണ്. ഇതാണ് ഇപ്പൊ എടുത്തത് വയനാട് സാധാരണ ഇതിലുള്ളത്. ഇതില് നമുക്ക് വണ്ടി കൊണ്ടു അങ്ങോട്ട് കൊടുക്കും. ഈ വയനാട്ടിലാണ് റോഡ് വരുന്നത്. പക്ഷെ എന്താ ഞാൻ പറഞ്ഞ പ്രശ്നം കാണിച്ചു തരാം. ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും ഇതിലൂടെ കൊണ്ടുവയ്ക്കാറ്. ശരിക്കും വയനാട് അങ്ങനെ അല്ലല്ലോ കാണിച്ചു തരാം. സെയിം സ്ഥലത്താണ് സ്പാൺ ആയത്. ഇതുണ്ടോ ഒരു റോഡിന്റെ സൈഡ് ഇങ്ങനെ ചെരിഞ്ഞടക്കുന്നത്. ഞാൻ കുറച്ച് റോഡുള്ള സ്ഥലത്ത് ഇപ്പൊ
ഇതാണ് റോഡ് വരുന്ന സ്ഥലം. അവിടെ ചെരുവുണ്ട്, ഇങ്ങനത്തെ ചെരുവാണ്, ഫുള്ള് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അവിടുത്തെ പ്രശ്നം വെച്ചാൽ വണ്ടി നമ്മളെ സാധനം പോണാൽ പോകാനില്ല. സോ അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഇഷ്യൂ ഉണ്ട്. ഇതിനൊന്നും ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. വണ്ടി മുന്നോട്ട് ഫിറ്റ്നസ് ചെയ്ത് കൂട്ടിക്കണം. അപ്പൊ ഇതാണ് നമ്മളെ വയനാടിന്റെ ടോപ്പ്. ഇതിലുള്ള റോഡിന്റെ അവസ്ഥ ഫുള്ള് കഷ്ടമാണ്. പക്ഷെ മറ്റേത് അത്യാവശ്യം നല്ലതാണ്. മറ്റേ കോൺക്രീറ്റ് ബൈക്കിൽ നമുക്ക് ഓട്ടാൻ പറ്റും. ഇതെല്ലാം മാപ്പ് സ്ഥലം ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളുടെ ഏരിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഈ US സ്പോൺസർ. നോക്കടേ, വയനാട് ചുരങ്ങാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒപ്പിക്കണ്ട. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇത് മല കയറണ്ടേ എന്നുള്ള കാര്യമൊക്കെ പറയാം. ഏത് വണ്ടി എടുത്ത് കയറണം ചോദിച്ചു. ടാറെടുത്ത് കയറണോന്നോ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാം. അതാണ് വയനാട്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ.